ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം തൊട്ട് ഉച്ച വരെയുള്ള ഒരു കുഞ്ഞു വ്ളോഗാണിത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തൊന്ന് പോവുകയാണ്. ഇത് ഇന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ എവിടെയാണ് പോകണമെന്ന് വെച്ചാൽ മോൾക്ക് പോളിയോ കൊടുക്കാൻ പോവുകയാണ്. ഇന്ന് പൾസ് പോളിയോ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോളിയോ കൊടുക്കുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് പോവാം. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ മുൻപിലത്തെ വഴി ഇതേപോലെ ചളിയായിപ്പോയി. ആ വഴി നടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വളഞ്ഞിട്ടാണ് പോകുന്നത്. വീട്ടിൻ്റെ അടുത്തുള്ള പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ് പോളിയോ കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ട്. ഇവിടെ വെച്ചായിരുന്നു പോളിയോ കൊടുത്തത്. അന്നേരമുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവൾ കരച്ചാലും പിന്നെ എനിക്കറിയാത്ത ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഫോൺ എടുത്തു തരാനൊന്നും ആരുമില്ലായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിലെത്തിയിട്ട് വേഗം ചോറിന് വെള്ളം വെക്കുകയാണ്. നിങ്ങളവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ? ഇപ്പോൾ 2 ദിവസമായി ഇവിടെ ചെറിയൊരു രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. എന്നാലും ജൂൺ ജൂലൈ മാസത്തിലുള്ള മഴേൻ്റെ അളവ് കുറവാണ്. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല നിർത്താത്ത മഴയായിരിക്കില്ലേ, ആ ഒരു മഴ ഈ വർഷം ഇല്ല. അപ്പോൾ വേഗം ചോറിന് വെള്ളം വെച്ച്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കനാണ്. പക്ഷേ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ അടുത്ത് തന്നെ ഞാൻ ചിക്കൻ കറി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിരുന്നു. പിന്നെ അത് കാണിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിയാവും, എനിക്കും ബോറടിക്കും. അപ്പോൾ കറി ഉണ്ടാക്കുന്നത് അമ്മയാണ്. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ വേഗം പോയിട്ട് പയറുപ്പേരി ഉണ്ടാക്കാമെന്ന്. കാണിച്ചത് തന്നെ കാണിക്കുമ്പോൾ എന്തായാലും ബോറടിക്കും. പിന്നെ അതുകൊണ്ട് ഞാൻ അമ്മക്ക് വിട്ടുകൊടുത്തു കറി വെക്കുന്ന ഇത്. അപ്പോൾ വേഗം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്ത് കാണിച്ചു തരാം. സോറി, എപ്പോഴും എന്തെങ്കിലും ഉണ്ടാവും വോയിസിൽ കൊടുക്കുമ്പോൾ മിസ്റ്റേക്ക്. അപ്പോൾ ഞാനിത് സ്പീഡിലാക്കിയിട്ടിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. ചിലർ തേങ്ങയൊന്നും ചേർക്കാണ്ട് മെഴുക്ക് വരട്ടി പോലെ ആക്കുന്ന കാണാം. ഞങ്ങളിവിടെ തേങ്ങയും പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, ഇത് 3 കൂടി ചേർത്തിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ടാണ് വറവുണ്ടാക്കുക. കോട്ടപ്പയർ വറവുണ്ടാക്കുക, അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ മഴയൊന്നുമില്ല. പക്ഷേ രാവിലെ നല്ല മഴയായിരുന്നു. വെളിച്ചത്തിൻ്റെ എല്ലാം നല്ലൊരു കുറവ് വീഡിയോയിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോഴേക്കും അമ്മേൻ്റെ ചിക്കൻ കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറ്റൽമുളകിലും ഉള്ളിയിലും, ചെറിയ ഉള്ളിയാണ് എടുക്കാറ്. ഇന്ന് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ചിലർ ഇതേപോലെ ഉള്ളിയിലെല്ലാം വഴറ്റിയിട്ട് ഇടും ലാസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ ആദ്യം വെളിച്ചെണ്ണയിലെല്ലാം വഴറ്റുന്നതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യുക. നമ്മളിവിടെ തലശ്ശേരി ഭാഗത്തുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെ ലാസ്റ്റ് വറവിടാറുണ്ടോ ചിക്കൻ കറിയിൽ? പല സ്റ്റൈലിൽ ഉണ്ടാക്കാറില്ലേ? ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു, ഈ ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ട് ഇനിയൊരു വീഡിയോ എടുത്തിടാൻ പറ്റുമോ? അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇനി അങ്ങനെ ഇടാം. അല്ലാണ്ട് ഇത് തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും ബോറാവും, എനിക്കും ബോറടിക്കും. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും വെറൈറ്റി ആയിട്ട് ചിക്കൻ കറി വെക്കുമ്പോൾ അന്നേരം അതിൻ്റെ റെസിപ്പി ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് വറവുണ്ടാക്കലാണ്. എനിക്ക് ഉപ്പേരി എന്നൊന്നും പറയാൻ വയ്യ, അല്ലെങ്കിൽ ഞാനൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഉപ്പേരി എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഭാഷ തന്നെ ഉപയോഗിക്കുക. അടുത്തത് കോട്ടപ്പയർ വറവുണ്ടാക്കുകയാണ്. അതിൽ കടുക് ആദ്യം വെളിച്ചെണ്ണയിലിട്ട് പൊട്ടിച്ചെടുക്കുക. പിന്നെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം നേരത്തെ കാണിച്ചില്ലേ, അത് ഈ കടുകിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ഏകദേശം വറവിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും അടുപ്പൊക്കെ ഓഫാക്കി. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ രാവിലെ ഡ്രസ്സ് അലക്കിയിട്ടതാണ്. ഇതുവരെ ആറിയിടാൻ പറ്റിയിട്ടില്ല, മഴയായിരുന്നു. അപ്പോൾ അത് ആറിയിടാൻ വേണ്ടിയിട്ട് മുകളിൽ ടെറസിൽ കൊണ്ടുപോയി ആറിയിടാമെന്ന് വിചാരിക്കുന്നു. ഒന്ന് വെള്ളമെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. മഴ ഇപ്പോഴും ചെറുങ്ങനെ പൊടിയുന്നുണ്ട്. അതുകൊണ്ട്
ആലുമേലിടാൻ പറ്റില്ല, ഈ ചുമരരിക്ക് സൺഷെയ്ഡിൻ്റെ സൈഡിലുള്ള ആലിൽ ഇടാൻ പറ്റുമോ. ഒന്ന് വെള്ളം മാത്രം ഒന്ന് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്, വെള്ളമൊക്കെ പോയാൽ ഉള്ളിൽ സ്റ്റെയർ കേസ് റൂമിൻ്റെ ഉള്ളിൽ ആറിയിടാം. അപ്പം ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് പരമാവധി കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടുമ്പോൾ ചിലർക്ക് ബോറടിക്കും. ഇപ്പോൾ പുറത്ത് പോകാൻ പറ്റിയ സാഹചര്യമല്ല, പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള വീഡിയോസും എടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പോൾ ഡ്രസ്സ് ആറിയിടലെല്ലാം കഴിഞ്ഞ നേരം ഞാൻ വേഗം വന്നിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ചോറ്, ചിക്കൻ കറി, കൊട്ടപ്പയർ ഉപ്പേരി, പിന്നെ അച്ചാറുണ്ട്, വേണമെങ്കിൽ എടുക്കാം. എനിക്ക് അച്ചാറിൻ്റെ കൂടെ ഒന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഉപ്പിലിട്ട മാങ്ങയുണ്ട്, അതെനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്ര വരെ എടുത്തിട്ടുള്ളൂ. ഇത് ഇന്ന് ഞായറാഴ്ച ഉച്ചവരെയുള്ള കാര്യങ്ങളാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.